ഇടതു സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ആരോപിച്ച് തൊഴിലാളി മുന്നേറ്റം ദേശീയ തൊഴിലാളി ദിനമായ സെപ്റ്റംബർ 17 മുതൽ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന പഞ്ചായത്തുതല പദയാത്രകളും ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതിഷേധ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും നടത്തുന്നതിന്റെ മുന്നോടിയായി പദയാത്രയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ പദയാത്ര തിരുവാഴിയോട് നിന്നും ആരംഭിച്ച് മംഗലാംകുന്നിൽ സമാപിച്ചു. മേഖലാ പ്രസിഡന്റ് കെ നന്ദകുമാർ ജാഥ ക്യാപ്റ്റൻ രവീന്ദ്രൻ കെ പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മംഗലാംകുന്നിൽ നടന്ന സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗം M രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘം പൊതുയോഗത്തിന് വേണ്ടി പറഞ്ഞതല്ല, ഈ കേരളത്ത് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയും തിരുവനന്തപുരം സെൻട്രൽ വരെയും ഈ ബോർഡ് പല സ്ഥലത്തും കണ്ടു. നമ്മളെല്ലാം ചിന്തിച്ചു പോയി. തൊഴിലാളി വർഗ പാർട്ടിയാണ്, മുതലാളിത്തത്തിന് എതിരാണ്, തൊഴിലാളികളുടെ അന്നം മൂട്ടുന്ന പാർട്ടിയാണ്. ചില ആൾക്കാരൊക്കെ പറയും അന്നം മൂട്ടുന്ന കർഷകന്റെ സ്ഥിതി എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ പറയുന്നില്ല. കാരണം എന്താ അറിയോ, നെല്ലളന്നതിന്റെ പണമേ കൊടുത്തിട്ടില്ല അന്നം മൂട്ടിയ കർഷകന്റെ. അങ്ങനെ കർഷക തൊഴിലാളികളെയും ബീഡി തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് വളർത്തിയ പാർട്ടിയാണ്. ആ പാർട്ടി അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണം താഴെ വീണു. വളരെ പ്രതീക്ഷയായിരുന്നു. 3.5 കോടി ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊഴിലാളി വർഗ പാർട്ടി ഈ കേരളത്തെ സംരക്ഷിക്കപ്പെടുമെന്ന്. ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോഴെല്ലാം അവർക്കൊരു നല്ല കാലം ഉണ്ടാവും. ഒന്നോ മഴ കൂടും, അല്ലെങ്കിൽ പ്രളയമുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ സംഭവിച്ചതാണ് കോവിഡ് അല്ലേ. വൈസ് ക്യാപ്റ്റൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മേഖലാ പ്രസിഡന്റ് കെ നന്ദകുമാർ, കെ ബാബുദാസ്, താലൂക്ക് സംഘചാലക് ഹരീന്ദ്രകുമാർ, സെക്രട്ടറി ബാബുദാസ്, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.